ഹലോ ഫ്രണ്ട്സ്, LS സ്റ്റോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു, എല്ലാവരും നന്നായിട്ടൊക്കെ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനിന്ന് ഒരു വീടിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതായത് UK വന്നു കഴിഞ്ഞാൽ ഇവിടെ സെറ്റിൽമെൻറ്റ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വന്ന് കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ മനസ്സിൽ വരുന്ന ഏറ്റവും വലിയൊരു ഡ്രീമാണ് ഒരു വീട് വാങ്ങുക എന്നുള്ളത്. അപ്പോൾ UK വീട് വാങ്ങാനായിട്ട് പല പല ഓപ്ഷൻസ് ഉണ്ട്, പല പല ടൈപ്പ് ഓഫ് ഹൗസസ് ഒക്കെ ഉണ്ട്. എന്നാലും വീട് വാങ്ങുമ്പം നമുക്ക് മെയിനായിട്ട് 3 ഓപ്ഷൻസാണ് നമുക്കുള്ളത്. ഒന്നെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി ന്യൂ ബിൽഡ് ആയിട്ടുള്ള ഒരു ഹൗസ് വാങ്ങാൻ പറ്റും. അപ്പം പുതുപുത്തൻ വീടാണ്, ആരും താമസിച്ചില്ലാത്ത പുത്തൻ വീട്, ന്യൂ ബിൽഡ് ഹൗസസ്. അപ്പം അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. രണ്ടാമതായിട്ടൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് അത്യാവശ്യം പഴക്കമുള്ളതായിരിക്കാം, നേരത്തെ ആളുകൾ താമസിച്ചിരുന്നതാവാം. അപ്പോൾ അവർ മൈൻഡ് ചേഞ്ച് ചെയ്തിട്ട് പുതിയ വീടൊക്കെ വാങ്ങാൻ നേരം അവരുടെ ഹൗസ് വിൽക്കുന്നു, നമ്മളതിനെ വാങ്ങുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. ഇനിയിപ്പോൾ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നതാണ് അധികം ആളുകൾ എന്താ പറയുക ഓപ്റ്റ് ചെയ്തിട്ടില്ലാത്തതും അധികം ആളുകൾക്ക് വലിയ പരിചയം, ഇപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു വീട് വാങ്ങിച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തെടുക്കാം എന്നുള്ളത് വലിയ പിടിയില്ലാത്തൊരു ഏരിയ ആയിരിക്കും. അതായത് പണിയുള്ള വീടുകൾ, കംപ്ലീറ്റ്ലി പോയി, അതായത് സ്ട്രക്ചറൽ ഡാമേജ് ഒന്നും ഇല്ലാത്ത വീട് വാങ്ങിച്ചിട്ട് ബാക്കി ഐറ്റംസ് അതിനകത്തുള്ള എല്ലാ ഐറ്റംസും റീപ്ലേസ് ചെയ്തിട്ട് പുതിയതാക്കി വീടിനെ മാറ്റി അതിനകത്ത് നമുക്ക് താമസിക്കാൻ വേണ്ടി പറ്റും. അതാണ് മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ ഏതായാലും വർക്ക് വീസയൊക്കെ കിട്ടി നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഇനിയിപ്പം വീടിൻ്റെ ഓപ്ഷനിലേക്ക് ചിന്തിച്ച് തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീടിനെക്കുറിച്ചുള്ള റിസർച്ച്, എങ്ങനെയൊക്കെ വീടുകൾ വാങ്ങാം, എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് എന്നതിനെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് റിസർച്ച് ചെയ്ത് വീഡിയോസ് ആയിട്ടും കൂടെ അപ്പോൾ ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് നിങ്ങളിലേക്കും കൂടെ എത്തിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിന്ന് കാണിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് 1ഉം 2ഉം അല്ല, മൂന്നാമത്തെ ഓപ്ഷനാണ് കേട്ടോ. അതായത് സ്ട്രക്ചറൽ ഡാമേജസ് ഇല്ലാത്ത ഒരു വീട് വാങ്ങിച്ചിട്ട് എങ്ങനെയാണ് അതിനകത്ത് ഉള്ള സാധനങ്ങളും എല്ലാം മാറ്റി ഫുൾ ഒരു ബ്രാൻഡ് ന്യൂ ഹൗസ് പോലെ ആക്കിയെടുക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പം നമ്മളൊരു വീട്, അപ്പോൾ എൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു വീട്, അതായത് ഒരു 3 BHK ഹൗസാണ്, ടെറേസ്ഡ് ഹൗസാണ്. അപ്പോൾ ഈ ഹൗസിൻ്റെ വന്നിട്ട് വാങ്ങിച്ച സമയത്ത് ഫുൾ പഴയതായിരുന്നു, ഫുൾ പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്നൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് കറണ്ട് വീടിൻ്റെ അവസ്ഥ, അപ്പോൾ ഇതിന് വന്ന എഫേർട്ട്, എത്ര ഡേയ്സായി എടുത്തു ഇതിന്, അതുപോലെ തന്നെ ഓരോ ഐറ്റംസിനും എത്ര കോസ്റ്റായി, ബാക്കി കാര്യങ്ങളൊക്കെയും, അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുന്നതിനുള്ള അഡ്വാൻറ്റേജ്. അപ്പോൾ എന്തായാലും നമുക്കൊരു ഗുണങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതായത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും പൈസ കുറവാണെന്ന് പറഞ്ഞിട്ട് എഫേർട്ട് ഇത്രയും ടൈമും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്ത് നമ്മൾ വാങ്ങുമ്പോഴത്തേക്കിനും എന്തെങ്കിലുമൊക്കെ ഗുണമില്ലാതെ നമ്മളിങ്ങനെ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് അതൊക്കെ ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒരു വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ വീടിൻ്റെ പ്രൈസ്, അതുപോലെ തന്നെ റെനോവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്നിനും ഓരോ യൂണിറ്റ് അടക്കം എത്ര പ്രൈസായി, അതുപോലെ തന്നെ പ്രോഫിറ്റ് ഇല്ലാതെ നമ്മൾ ഇങ്ങനൊരു കാര്യം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ പ്രോഫിറ്റും എത്രയായി എന്നുള്ള വിശദമായ ഡീറ്റെയിൽസ് ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും വീഡിയോയുടെ. അപ്പോൾ നമുക്ക് വീടിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ. ഇതൊക്കെയും ഭയങ്കര പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എന്തായാലും മാറ്റി നമുക്ക് ഒന്നെങ്കിൽ ഇതുപോലെ തന്നെ നല്ല പുതുതായിട്ട് വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് എടുത്തു മാറ്റി മറ്റെന്തെങ്കിലും ഈ സ്പേസിൽ ഉൾക്കൊള്ളിക്കണം. അതുപോലെ തന്നെ ഇവിടെയും ഒരു ഹീറ്റിംഗ് ഉണ്ട്. ഇനി ഇതാണ് ഈ സൈഡിലെ വിൻഡോ എന്ന് പറയുന്നത്, ലോഞ്ചിലെ വേറൊരു വിൻഡോ ഇതാണ്. അപ്പോൾ ഈ വിൻഡോ കാണുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പൂപ്പലായിട്ടാണ് കിടക്കുന്നത്, കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ഭയങ്കര ചെളിയല്ല, ഇത് ആക്ച്വലി എയർ സർക്കുലേഷൻ ഇല്ലാതെ ഇരുന്നിട്ട് കറുത്ത കളറിൽ പൂപ്പലായിട്ടിരിക്കുന്നതാണ്. ഇത് ആക്ച്വലി അലർജിയൊക്കെ വരും ഇങ്ങനെ ഈ ഒരു പൂപ്പൽ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എയർ സർക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ട് വരുന്നതാണിത്. ഇപ്പോൾ കിച്ചണിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കിച്ചൺ ഭയങ്കര മോശമായിട്ട് അവസ്ഥയിലാണ്. നമുക്കിതിലെ ഒരു കാര്യങ്ങളും ഇനി ഉപയോഗിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിലാണ് കിടക്കുന്നത്. അപ്പോൾ കിച്ചണിലേക്ക് പോകുന്ന സൈഡിൽ തന്നെ ഒരു ഡോറുണ്ട്. അപ്പോൾ ആ ഡോറ് തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫുൾ ചെളി പിടിച്ച് ഒരു കോർണർ, ഒരു ചെറിയ സ്ഥലമുണ്ട് നമ്മുടെ ഈ സ്റ്റെയറിൻ്റെ അടിയിലായിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ ഇത് ഭയങ്കര മോശമായിട്ടാണ് കിടക്കുന്നത്. ഇനി നമുക്ക് കിച്ചണിലേക്ക് പോയിട്ട് കാണാം. ഓക്കെ. അപ്പോൾ കിച്ചണിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ ആക്ച്വലി ഭയങ്കര ചെളി സ്മെല്ലൊക്കെ ഉണ്ട്. ഭയങ്കര ഫുൾ ഇതിൻ്റെ വയറിങ്സും കാര്യങ്ങളൊക്കെ മാറ്റണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കിച്ചണിൻ്റെ സ്ലാബുകൾ അതുപോലെ തന്നെ ഈ സൈഡെല്ലാം
എന്താണ് നമുക്ക് കിച്ചൺ ഫുള്ളായിട്ട് തന്നെ മാറ്റേണ്ടതായിട്ട് വരും. വിൻഡോസ് ഒന്നും പ്രോബ്ലം ഇല്ലാന്ന് തോന്നുന്നു, പക്ഷേങ്കിൽ ബാക്കിയെല്ലാം ഫുൾ നാശമായിട്ട് കിടക്കുന്നു. കിച്ചൺ എൻ്റെ സ്പേസിൽ ഫുള്ളായിട്ട് നമുക്ക് മാറ്റിയെടുക്കേണ്ടതായിട്ട് വരും. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് പോയിട്ട് നോക്കാം. ഓക്കെ, അതിന് മുന്നേ ഒരു കാര്യം, ഇവിടെ ഒരു ചെറിയൊരു സ്പേസ്. അപ്പോൾ ഇത് ഞാൻ ഡോർ ഓപ്പൺ ആക്കി നോക്കുമ്പോഴാണ്, ഇത് പുറത്തേക്കുള്ള ഡോറാണ് ഈ കാണുന്നത്. ഇതൊരു ചെറിയൊരു സ്പേസാണ്. ഇവിടെ ആക്ച്വലി ഒരു ടോയ്ലറ്റ് ഉണ്ട്. അപ്പം ടോയ്ലറ്റും ഫുൾ മോശം ചെളി പിടിച്ച് അവസ്ഥയിൽ അഴുക്കായിട്ടാണ് കിടക്കുന്നത്. ഞാൻ അതിനുള്ളിലേക്ക് പോയി നോക്കുന്നില്ല. അപ്പോൾ നമുക്കിനി സ്റ്റെയർ കയറിയിട്ട് മുകളിൽ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് പോയി നോക്കാം. അപ്പോൾ സ്റ്റെയർ കയറാനായിട്ട് ഞാൻ പോകുന്ന സമയത്ത് തന്നെ ഭയങ്കര ഇവിടെ നിന്നുണ്ട് പട്ടിയുടെയൊക്കെ പൂളയാണ് കേട്ടോ. നിറച്ച് പട്ടിയുടെയൊക്കെ രോമങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. രോമവും ഫുഡിൻ്റേതും സിഗരറ്റിൻ്റേതും പിന്നെ കുറേ കഴിച്ച ഫുഡുകളുടെ സാധനങ്ങളും. ഇവിടെയുള്ളൊരു ഹീറ്റിംഗ് ആണ് ഇത്, പക്ഷേ നല്ല നാശമായിട്ട് പോയിട്ടിരിക്കുന്ന സാധനമാണ്. ഈ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഫുൾ നാശമായിട്ടാണ് കിടക്കുന്നത്. ഫുള്ള് രോമങ്ങളും ഫുഡും സിഗരറ്റും ഭയങ്കര സ്മെല്ലും ഒരുമാതിരി ഭയങ്കര ഒരു സ്മെല്ലാണ് കേട്ടോ. നമുക്കിനി ഫസ്റ്റ് റൂം ഇതാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് റൂമിലേക്ക് പോയി കാണാം. അപ്പോൾ ഇവിടെ ഒന്നും ആക്ച്വലി പിടിക്കാൻ പറ്റത്തില്ല, കാരണം നിറച്ച് ചെളിയാണ് ഈ ഭിത്തിയിലെല്ലാം. ഇത് കണ്ടില്ലേ, കറുത്തിരിക്കുന്നു ഭയങ്കര. കുറച്ചും കൂടെ ചെറിയ റൂമാണ് നമ്മളിപ്പോൾ കണ്ട റൂമിനെക്കാട്ടിലും. ഇവിടെ ഒരു ഹീറ്റിംഗ് ഉണ്ട്. പിന്നെ എന്താണ്, ചെറിയ റൂം, ഒരാൾക്ക് ഒരു സിംഗിൾ റൂമൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്ന റൂമാണ്. പക്ഷേ ഇതും ഫുൾ ചെളിയാണെന്നാലും മറ്റേ റൂമിൻ്റെ അത്രയും ചെളിയില്ല. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത റൂമിലേക്ക് പോയി കാണാം. അടുത്ത റൂം കണ്ടതിന് ശേഷം നമുക്ക് ബാത്റൂം പോയി കാണാം. അപ്പോൾ ഇതാണ് ഒരു വലിയൊരു റൂം. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ റൂം ഇതാണെന്ന് തോന്നുന്നു. മാസ്റ്റർ ബെഡ്റൂമിലായിരിക്കും. ഇനിയിപ്പം ഇങ്ങോട്ടേക്ക് പോകണ ഇതിൻ്റെയും തടിയുടെയാണ് ഇതൊക്കെ മാറ്റേണ്ട വരും. ഇതെല്ലാം ഇളകി പൊളിഞ്ഞാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ഫ്ലോറിങ് എല്ലാം മാറ്റണം. ഒരുപാട് ഏതാണ്ടൊക്കെ സാധനങ്ങളൊക്കെ ഇതിന് മിക്സ് ഉണ്ട്. ഇനിയിപ്പോൾ ഈ ഡോറ് ഇത് ഫുൾ പോയി. ഇതാണ്ട് ഈ ഡോറെല്ലാം നശിച്ച് ഓട്ടയായി, സാധനങ്ങളെല്ലാം ഇളകി ദ്രവിച്ച് ആണ് ഡോറിൻ്റെ ഇരിക്കുന്നത്. ഇതും അതുപോലെ തന്നെ ഒരു വിൻഡോ ഉണ്ട് ഇവിടെ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് പോകാം. അപ്പോൾ ഈ വീട് അത്യാവശ്യം വലുപ്പമാണ്. എന്നാലും ഇവിടുത്തെ ഒന്നും ഉപയോഗിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഇതെല്ലാം ഫുൾ മാറ്റി വെക്കണം. ഇനിയിപ്പോൾ പോവുകയാണെന്നുണ്ടെങ്കിലാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ വാഷ്റൂം. ഇതിലൊക്കെ എങ്ങനെ കയറുമെന്ന് അറിയത്തില്ല. ഇതിനകത്തെല്ലാം പലകയോ ഏതാണ്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇതിനകത്തൊരു ബാത്ത് ടബ് മാത്രമേ ഉള്ളൂ. നമുക്ക് ടോയ്ലറ്റ് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് മുകളിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു. ഇനി നമുക്ക് താഴേക്ക് പോയിട്ട് നമ്മുടെ ഗാർഡനും പുറകുവശങ്ങളും സൈഡും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്കിനി ഡോറ് തുറന്നിട്ട് നമ്മുടെ ഗാർഡനൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് അടുക്കളയിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്ന ഡോറാണ് കേട്ടോ. ഇതേ നല്ല ഫുൾ കാട് പിടിച്ച് കിടക്കുകയാണ്. ചൊറിയണാണ് കേട്ടോ ഇതെല്ലാം. ഫുൾ കാടാണ്. പക്ഷേങ്കിൽ പുറകിലോട്ട് ഒരുപാട് ഗാർഡൻ സ്പേസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗാർഡൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗാർഡൻ സ്പേസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. നല്ല വൈഡായിട്ടുള്ള സ്പേസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഫുൾ ചൊറിയാനായിട്ട് കിടക്കുകയാണ്. അപ്പം അങ്ങോട്ടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ കുറേ വേസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ക്ലീൻ ചെയ്യാനുള്ളതാണ്. പിന്നെ അവിടെ ഒരു റൂം പോലെ കണ്ടോ കട്ട വെച്ചിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അത് വാർ ഷെൽട്ടറാണെന്നാണ് പറയുന്നത്. അതായത് ലോകമഹായുദ്ധം വന്ന ടൈമിൽ ആളുകൾ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു അത്രേ അതുപോലെ ഒരു ഷെൽട്ടർ എന്ന് പറയുന്നത്, വാർ ഷെൽട്ടർ എന്ന് പറയുന്നത്. പക്ഷെ അത് ഇപ്പോഴും ഈ വീട്ടിൽ ഇപ്പോഴും ഇതുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ എല്ലാം ഒരുപാട് വൃത്തിയാക്കാനുണ്ട്. ഈ കാടും ഇതുമെല്ലാം.
അപ്പോൾ നമ്മൾ വീടിൻ്റെ ബിഫോർ റെനോവേഷൻ്റെ വീഡിയോ കണ്ടു. അതുപോലെ തന്നെ വീട് എങ്ങനെയാണ് ഫൈനൽ റെനോവേഷൻ കഴിഞ്ഞപ്പം വീട് എങ്ങനെയാണെന്ന് കണ്ടു. അപ്പം ആളുകൾക്ക് പൊതുവേ ഇത് കാണുന്ന സമയത്ത് എങ്ങനെയാണ് ഇത് പണിതെടുത്തത്, എത്ര ദിവസം എടുത്തു, അതുപോലെ തന്നെ എത്ര മാൻ പവർ വേണ്ടി വന്നു, അതുപോലെ എത്ര കോസ്റ്റായി, പ്രോഫിറ്റ്, അതിനെക്കുറിച്ചൊക്കെയുള്ള ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, അതുപോലെ എത്ര ടൈമാണ്, ഒരുപാട് ടൈം എടുക്കണം, പിന്നെ ഇങ്ങനെ ചെയ്തിട്ട് ഒരുപാട് പ്രോഫിറ്റ് കിട്ടുമോ നമുക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് പോവാം. അപ്പോൾ അതിന് മുന്നേറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട് പണിയുന്ന ടൈമിൽ ആശാരിമാർ വേണം, അതുപോലെ അതിന് കാർപ്പൻറ്റേഴ്സ്, അതുപോലെ തന്നെ എല്ലാ ആളുകളെയും നമ്മൾ വിളിച്ച് അതിനുള്ള ഓരോ പണികൾ ഘട്ടം ഘട്ടമായിട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ വരുന്ന ടൈമിൽ നമുക്ക് കോണ്ടാക്ട്സ് ഒന്നും ഇല്ലല്ലോ. അതുപോലെ തന്നെ ഈ ആളുകളെയൊക്കെ എങ്ങനെ നമ്മൾ തപ്പി കണ്ടുപിടിക്കും, അതൊക്കെ മെനക്കേടല്ലേ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേങ്കിൽ നമുക്ക് മൈ ബിൽഡർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ കയറുകയാണെന്നുണ്ടെങ്കിൽ ഈ ആളുകളെയൊക്കെയും നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അവൈലബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് റാൻഡം ആയിട്ട് കാണുന്ന ആളുകളെ വിളിച്ച് ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിനകത്ത് സ്റ്റാർ റേറ്റിംഗ്സ് ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് നോക്കിയിട്ട് തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് ചൂസ് ചെയ്തിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ വൺസ് നമുക്ക് കോൺട്രാക്റ്റ്, അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ വെച്ചിട്ട് നമുക്ക് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ട് എത്ര ഡേയ്സിനുള്ളിൽ ഇത് ചെയ്യും, എത്ര കോസ്റ്റ് ആകും എന്നുള്ളത് പറയാം. അപ്പോൾ അതുപോലെ തന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈസ ഒരിക്കലും നമുക്ക് അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഫുൾ പണികൾ ചെയ്ത് തീർത്തതിന് ശേഷം മാത്രമേ നമുക്ക് അവർക്ക് പൈസ കൊടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഞാൻ ഇങ്ങനൊരു വീട്, അതായത് ഞാൻ പറഞ്ഞപ്പോൾ ഫസ്റ്റ് 3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ തേർഡ് ഓപ്ഷനായ പൊട്ടിപ്പൊളിഞ്ഞ്, അതായത് പണികളൊക്കെ നല്ലതായിട്ട് പണികളുള്ളൊരു വീടെടുത്ത് ഒരു വീടിനെ റെനോവേറ്റ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എടുക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നമുക്കിപ്പം കാര്യമായ വലിയ അഡ്വാൻറ്റേജ് ഒന്നും ഇല്ലാതെ നമ്മളിങ്ങനെ ഒരു വീടെടുത്ത് പണിയുന്നതിൽ കാര്യമില്ലല്ലോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് ഇപ്പോൾ നമുക്ക് ന്യൂ ബിൽഡ് ഹൗസ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ബിൽഡ് ചെയ്ത ആളുകൾ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ക്വാളിറ്റി എത്രയാണെന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഏതോ ബിൽഡേഴ്സ് നമുക്ക് പണിയുന്നു, നമ്മുടെ കയ്യിൽ തരുന്നു. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾക്ക് ഒരു വ്യക്തത ഉണ്ടാവില്ല. ഇപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ സെക്കൻഡ് ഹൗസ് ആയിട്ട്, അപ്പോൾ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത സെക്കൻഡ് ഹാൻഡ് ഹൗസ് ആയിട്ട് നമ്മൾ വാങ്ങുന്ന ടൈമിലായാലും ഓരോ ഐറ്റംസ്, ഇപ്പോൾ നമുക്ക് ഹീറ്റിംഗ്, അതുപോലെ ഹീറ്റിംഗ് സിസ്റ്റം, കിച്ചൺ, അതുപോലെ ഓരോ ഇലക്ട്രിക്കൽ ഐറ്റംസ്, വയറിങ്സ്, അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോന്നിൻ്റെയും കാലപ്പഴക്കം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ചിലപ്പം ഹീറ്റിംഗ് സിസ്റ്റം ഒരു 10 വർഷം പഴക്കം ഉണ്ടായിരിക്കാം, കിച്ചൺ ഒരു പക്ഷേ ഒരു 8 വർഷം പഴക്കം ഉണ്ടായിരിക്കാം. നമ്മൾ വാങ്ങിച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ഇതിനൊക്കെ കംപ്ലയിൻറ്റ്സ് വരിക. അപ്പോൾ ഒരു സംഭവം ഹീറ്റിംഗ് സിസ്റ്റം നമുക്ക് മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ അത് മാറ്റി കഴിഞ്ഞ് വീണ്ടും ഒരു 5 വർഷം കഴിയുമ്പോഴായിരിക്കും കിച്ചൺ യൂട്ടൻസിൽസിലോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വയറിങ്സിലോ പ്രോബ്ലം വരിക. അപ്പോൾ എല്ലാം ന്യൂ ആയിട്ടായിരിക്കത്തില്ല നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. നമ്മൾ കാലക്രമേണ പഴക്കം ചെല്ലുന്നതനുസരിച്ച് മാറ്റി കൊണ്ടുപോയിരിക്കും. അപ്പം പഴക്കം കൂടുന്തോറും നമുക്ക് ഓരോ സാധനങ്ങളും മാറ്റി വെക്കേണ്ടതായിട്ടും വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇങ്ങനൊരു വീടിൻ്റെ ഒരു ഗുണങ്ങൾ, അതായത് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് സ്ട്രക്ചറൽ ഡാമേജ് ഇല്ലാത്ത ഇങ്ങനൊരു വീട് വാങ്ങിച്ചിട്ട് നമ്മൾ എല്ലാ സാധനങ്ങളും പുതിയതായിട്ട് വെക്കുകയാണ്. ഇപ്പോൾ ഹീറ്റിങ്, ബോയിലർ, അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ യൂട്ടൻസിൽസ്, നമ്മുടെ എല്ലാ അപ്ലയൻസസ് പുതിയത്, അപ്പോൾ എല്ലാം നമ്മൾ പുതിയതാണ്. അപ്പോൾ പുതിയതാവുന്ന ടൈമിൽ നമുക്കിപ്പം കിച്ചൺ യൂട്ടൻസിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25 ഇയേഴ്സിൻ്റെ ഗ്യാരണ്ടി ഉള്ളതായിരിക്കും. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് 25 ഇയേഴ്സിൻ്റെ ഗ്യാരണ്ടി ഉള്ളതാണ്. അതുപോലെ തന്നെ ഹീറ്റിംഗ് ബോയിലറിന് 10 ഇയേഴ്സിൻ്റെ ഗ്യാരണ്ടി ഉണ്ട്. അപ്പം ഈ എല്ലാ സാധനങ്ങളും ബ്രാൻഡ് ന്യൂ ആണ്. അപ്പോൾ നമുക്ക് പിന്നീട് ഗ്യാരണ്ടി ഇത്രയും വർഷത്തേതുണ്ട്, പിന്നെ പുതിയതായിട്ട് തന്നെ നമ്മുടെ കയ്യിൽ കിട്ടുകയാണ്. അപ്പോൾ നമ്മൾ ന്യൂ ബിൽഡ് വാങ്ങുന്ന പോലെ തന്നെ എല്ലാ സാധനങ്ങളും പുതിയതായിട്ട് തന്നെ നമ്മുടെ കയ്യിൽ കിട്ടുകയാണ്. ഇനിയിപ്പോൾ കോസ്റ്റിൻ്റെ കാര്യത്തിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീട് പണിതെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അഡീഷണൽ ആയിട്ട്, അപ്പോൾ നമ്മൾ വാങ്ങിയ പ്രൈസ് ഞാൻ പറയുന്നതായിരിക്കും, വാങ്ങിയ പ്രൈസ് കൂടാതെ നമുക്ക് മാൻ പവറും അതുപോലെ തന്നെ അപ്ലയൻസസും എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് കോസ്റ്റ് വന്നിരിക്കുന്നത് 25,000 പൗണ്ട്സിനുള്ളിലാണ്. അതായത് നാട്ടിലെ ഏകദേശം 25 ലക്ഷമാണ് പണിതെടുക്കാൻ വേണ്ടിയിട്ട്, അതായത് വാങ്ങിയതിന് ശേഷം പണിതെടുക്കാൻ വേണ്ടിയിട്ടായ പ്രൈസ് എന്ന് പറയുന്നത്. പിന്നെ ഇനി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി ഒരു വീടിൻ്റെ വിലയിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 3 BHK ഹൗസാണ്, ടെറേസ്ഡ് ഹൗസാണ്. അപ്പോൾ നോർമലി ഈ ഒരു സ്ഥലത്ത് വരുന്ന 3 BHK ടെറേസ്ഡ് ഹൗസിന് 300 to 325K ആണ് നോർമൽ വരുന്ന പ്രൈസ് എന്ന് പറയുന്നത്. അതായത് നാട്ടിലെ ഒരു 3-3.25 കോടി രൂപയാണ് വില. അപ്പം
അങ്ങനെ വാങ്ങുന്ന ടൈമിൽ എന്താണ് ഇങ്ങനെ അപ്പം 325 എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് ഹൗസ് ആയിരിക്കും. അത്യാവശ്യം നമുക്ക് എല്ലാം കുഴപ്പമില്ലാതെ നമ്മൾ കാണുമ്പോൾ പുതിയതുപോലെയൊക്കെ ഇരിക്കുന്ന പക്ഷേ കാലപ്പഴക്കമുള്ള ഒരു വീട് 325K കൊടുത്ത് നമ്മൾ വാങ്ങും. അതേസമയം ഇതുപോലെ സ്ട്രക്ചറൽ ഡാമേജസ് ഇല്ലാത്ത എന്നാൽ ബാക്കി ഫുൾ സാധനങ്ങളും പണിത് മാറ്റി വെക്കേണ്ട ഒരു ഹൗസിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു 100 അല്ലെങ്കിൽ 50K 100K ഒക്കെ ലെസ് പ്രൈസിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ വീട് വാങ്ങിയ പ്രൈസ് എന്ന് പറയുന്നത് 250K ആണ്. അതായത് 2.5 കോടി, നാട്ടിലെ 2.5 കോടി വിലയ്ക്കാണ് ഈ വീട് വാങ്ങിയത്. അപ്പം ഇനിയിപ്പോൾ ആ വീട് വാങ്ങി നമ്മൾ വീണ്ടും 25K പണി ചെയ്തു. അതുകൂടാതെ തന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി, അപ്പോൾ ഈ വീട് മോർഗേജിലാണ് വാങ്ങിയത്. അപ്പോൾ മോർഗേജിൽ വാങ്ങിയതുകൊണ്ട് തന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഒരു 10K ആയിട്ടുണ്ട്. അപ്പോൾ അതോടെ കൂട്ടിയിട്ട് വീടിന് വന്ന കോസ്റ്റ് നമുക്ക് ഓവറോൾ നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് ടോട്ടൽ കോസ്റ്റ് ആയിട്ട് വന്നത് മോർഗേജും നമ്മുടെ കയ്യിലെ ക്യാഷും ഒക്കെ ആയിട്ട് വന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 285K ആണ്. അത് 285 കോടി രൂപയാണ് നമുക്ക് വന്ന കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇനി ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർഗേജ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അത് നമ്മൾ എന്തായാലും UK വരുന്ന സമയത്ത് നമുക്ക് ഒരു വീട് എടുക്കണം എന്നുണ്ടെങ്കിൽ മോർഗേജ് തന്നെ അല്ല EMI ഒക്കെ ആയിട്ട് തന്നെ വേണം നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പൊട്ടിപ്പൊളിഞ്ഞ വീട് വാങ്ങുന്ന സമയത്ത് നമുക്ക് മോർഗേജ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള സംശയം. അപ്പോൾ അതിൻ്റെ ആവശ്യം നമുക്ക് വേണ്ട. അതായത് സ്ട്രക്ചറൽ ഡാമേജ് ഇല്ലാത്തൊരു വീടാണെന്നുണ്ടെങ്കിൽ ബാക്കി ഉള്ളിൽ ഇതുപോലത്തെ പണികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ നമ്മളൊരു വീട് വാങ്ങുമ്പോൾ മോർഗേജ് കിട്ടുന്ന പോലെ തന്നെ പ്രോസസ്സിലൂടെ തന്നെ നമുക്ക് മോർഗേജ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വീട് മോർഗേജിലാണ്. അപ്പോൾ നമുക്ക് മോർഗേജിലായിട്ട് തന്നെ നമുക്ക് വീട് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയിപ്പം 285 ആണ് ഞാൻ കോസ്റ്റ് പറഞ്ഞത്. അപ്പോൾ 285 നമ്മൾ കോസ്റ്റൊക്കെ ആകെ ഒരു നല്ലൊരു 3 BHK ഒരു അടിപൊളി പുതിയ പുത്തൻ ഹൗസാക്കി നമ്മൾ പണിതു. അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും വരുന്നൊരു കാര്യമാണ് ഇനി ഈ വീട് കൊടുക്കുന്ന സമയത്ത് എത്ര വില കിട്ടും. അതായത് നമ്മൾ 250ക്ക് വീട് വാങ്ങി വീട് പണിതു, ഇനി വിൽക്കുന്ന സമയത്ത് നമുക്ക് ലാഭം വല്ലതും ഉണ്ടോ? ലാഭമില്ലാതെ നമ്മൾ ഇതുപോലൊരു വീടെടുത്ത് പണിത് വിൽക്കാൻ വേണ്ടി നോക്കുമ്പോൾ നമുക്ക് നഷ്ടത്തിൽ വിറ്റ് കഴിഞ്ഞാൽ വലിയ പ്രശ്നമല്ലേ. നമ്മുടെ കയ്യിലെ പൈസയും കൊടുത്ത് നഷ്ടമാക്കിയിട്ടൊരു പൊളിഞ്ഞു കിടന്ന വീട് നമ്മൾ എഫേർട്ട് ഇട്ടു പണിതെടുത്തു, ഇനിയിപ്പോൾ നഷ്ടത്തിൽ കൊടുക്കാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണല്ലേ. അപ്പം ആ സമയത്താണ് നമ്മൾ വാല്യുവേഷനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. അപ്പം നമ്മൾ ഈ വീടിൻ്റെ വാല്യുവേഷൻ കഴിഞ്ഞു. അപ്പോൾ പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം എസ്റ്റേറ്റ് ഏജൻസ് ആയിട്ട് വാല്യുവേഷൻസ് കഴിഞ്ഞു. അപ്പോൾ വാല്യുവേഷൻസ് കഴിഞ്ഞ സമയത്ത് നമുക്ക് കിട്ടിയ വാല്യുവേഷൻ റേറ്റ്, അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസ് അനുസരിച്ച്, അതായത് ഇപ്പോഴത്തെ വീടിൻ്റെ വിലയൊക്കെ കൂടി നിൽക്കുന്ന സമയമാണല്ലോ. അപ്പോൾ ഇപ്പം നിലവിൽ ഈ വീട് സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വീടിന് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത് 325K to 330K ആണ്. അപ്പോൾ നമ്മൾ 250Kക്ക് വാങ്ങി ഒരു 30-35,000 പൗണ്ട്സ് Kൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് അഡീഷണൽ ആയിട്ട് നമുക്ക് കൊടുക്കേണ്ട വന്നു. അപ്പോൾ 285K ആണ് നമുക്കായത്. അപ്പോൾ ഏകദേശം ഒരു 40-45Kയുടെ, അതായത് അല്ലേ 35-40Kയുടെ ഒരു ലാഭമാണ്, പ്രോഫിറ്റാണ് നമുക്കുണ്ടായത്. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുമ്പം അപ്പോൾ നമുക്ക് തോന്നും അപ്പോൾ എത്ര നാളെടുത്തു അല്ലേ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര നാളെടുത്തു. അപ്പോൾ പ്രോഫിറ്റ് ഈ വീടിന് ഇപ്പം നമുക്ക് ഈ ഒരു പ്രോഫിറ്റിൽ എത്താൻ വേണ്ടിയിട്ടായ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40-45 ഡേയ്സ് ആണ് കേട്ടോ. അപ്പോൾ അതെന്ന് പറയുമ്പം 1.5 മാസത്തിനുള്ളിലാണ് ഈ വീട് നമ്മൾ വാങ്ങി പണിതെടുത്ത് ഇതുപോലെ ഒരു 40Kയുടെ, അതായത് 40 ലക്ഷത്തിൻ്റെ ഒരു ലാഭം ഉണ്ടായത്. അപ്പോൾ ഈ ഒരു 1.5 മാസത്തെ എന്ന് പറയുമ്പോൾ വളരെ ക്വിക്കായിട്ടുള്ള ടൈം പീരീഡ് ആണ്. അപ്പം ഫസ്റ്റ് ടൈം ബയേഴ്സ് ഇനീഷ്യലി വാങ്ങുന്ന ടൈമിൽ ഒരു പക്ഷേ പെട്ടെന്ന് ഇപ്പോൾ ആദ്യമായിട്ട് വാങ്ങുന്ന ഒരാൾക്ക് ഇത്രയും ടൈം പീരീഡിനുള്ളിൽ ചെയ്തെടുക്കാൻ ഒരു പക്ഷേ പറ്റിയെന്ന് വരില്ല. ഒരു 2-3 മാസമൊക്കെ എടുത്തേക്കാം. എന്തായാലും ഈ വീടിനായിരിക്കുന്ന ടൈം മാൻ പവർ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ടൈം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 മാസമാണ്. അപ്പോൾ 1.5 മാസം കൊണ്ട് നമുക്ക് കിട്ടിയ പ്രോഫിറ്റ്, ഇങ്ങനെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീടെടുത്ത് പണിത് വന്നപ്പോൾ നമുക്ക് 40 ലക്ഷത്തിൻ്റെ പ്രോഫിറ്റാണ് ഈ ഒരു വീട്ടിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഇങ്ങനെ ഒരു വീട് വാങ്ങണോ അതോ നമുക്ക് കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ള ആരോ പണിത് തരുന്ന ഒരു വീട് അല്ലാന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ഹൗസ് എത്ര പഴക്കമുണ്ട് സാധനങ്ങൾക്ക് എന്നൊന്നും അറിയാതെ നമ്മൾ വാങ്ങുന്നതാണോ ബെസ്റ്റ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയം. അപ്പോൾ എന്തായാലും നമ്മൾ വീട് ആദ്യമായിട്ട് വാങ്ങാൻ പോകുന്ന സമയത്ത് നമുക്ക് ആവറേജ് പ്രൈസിലുള്ളൊരു വീട്, അതുപോലെ തന്നെ സാധനങ്ങളെല്ലാം ബ്രാൻഡ് ന്യൂ ആയിട്ട് നമുക്ക് വാങ്ങിച്ച് താമസിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇത്. പഴയ പൊട്ടിപ്പൊളിഞ്ഞൊരു വീട് വാങ്ങാം, നമ്മളിതുപോലെ പണിതെടുത്ത് എല്ലാം ബ്രാൻഡ് ന്യൂ ആക്കുക. അതുപോലെ തന്നെ പണിത് ഒരു 2 months 3 months കഴിയുമ്പോൾ വാല്യൂ ചെയ്യുമ്പോഴത്തേനും ഒരു 30-35-40,000 പൗണ്ട്സിൻ്റെ, അതായത് അത്രയും ലക്ഷങ്ങളുടെ നമുക്ക് ലാഭം ഉണ്ടാവും ഒറ്റയടിക്കാൻ. അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് വാല്യുവേഷൻ നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ 2-3 വർഷമൊക്കെ കഴിഞ്ഞ് വാല്യുവേഷൻ കഴിയുമ്പോൾ വീണ്ടും പ്രോഫിറ്റ് കൂടി, അതായത് മാർക്കറ്റ് പ്രൈസ് എന്തായാലും വീടുകളിൽ കുറയത്തില്ല, കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം അതിൽ വീണ്ടും നമുക്ക് വാല്യുവേഷനിൽ വീണ്ടും വീടിൻ്റെ പ്രൈസ് കൂടാം. അപ്പോൾ നമുക്ക് ഒന്നുകിൽ താമസിക്കാൻ വേണ്ടി എടുക്കാം. ഇനിയിപ്പോൾ സെക്കൻഡ് ഹൗസ് ആയിട്ട് വാങ്ങുന്ന ആളുകൾക്ക്
അപ്പോൾ ഇതൊരു സെക്കൻഡ് ഹൗസാണ്. അപ്പോൾ സെക്കൻഡ് ഹൗസായിട്ട് വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ വീട് വാങ്ങി റെൻറ്റിനൊക്കെ കൊടുക്കാൻ പോകുന്ന ആളുകൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻ ചിന്തിക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു കാര്യമാണ്. ഇപ്പം വീടെടുക്കുന്നു, പണിയുന്നു, കുറച്ച് നാൾ പണിതാലും നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടുന്നു, ആളുകൾക്ക് നമുക്ക് റെൻ്റായിട്ട് ഇത് ഓപ്റ്റ് ചെയ്യുന്നു. അപ്പം എന്തായാലും നമ്മൾ വീട് വാങ്ങാൻ പോകുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്, എങ്ങനെ നമുക്ക് ഇത് വാങ്ങണം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ മൈ ബിൽഡർ എന്ന് പറഞ്ഞ സൈറ്റിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് ആളുകളെയും ഇതിന് പണി ചെയ്യാനുള്ള ആളുകളെയൊക്കെ നമുക്ക് അവൈലബിൾ ആണ്, സ്റ്റാർ റേറ്റിംഗ്സ് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ ഓപ്ഷൻസും നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. അപ്പം ഇനി വീട് UK വാങ്ങാൻ പോകുന്ന ആളുകൾക്ക് ഈ ഒരു ഓപ്ഷൻ കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ എത്രത്തോളം കോസ്റ്റ് നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട്, കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ നോർമലി ഒരു വീട് വാങ്ങണമെങ്കിൽ 325K കൊടുക്കേണ്ട സമയത്ത് 250K, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് 285K ആണ്. അപ്പോൾ 40Kയുടെ ലാഭം നമ്മുടെ കയ്യിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ വീട് വാങ്ങണോ അതോ അല്ലാതെ തന്നെ വീട് വാങ്ങണോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. അപ്പം വീഡിയോ എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം കണ്ടന്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള, വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ ബൈ.